കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം കേന്ദ്രമന്ത്രിയും തൃശൂർ എം.പിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്നൊരു വിമർശനമുണ്ട്. ഇന്നലെ ഇപ്പോൾ കെ.എസ്.യുവിന്റെ തൃശൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ പോലീസിന് തങ്ങളുടെ എം.പിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എം.പിയെ ജനങ്ങൾക്ക് കാണാനില്ല എന്ന് ജനങ്ങൾ പറയുമ്പോൾ അത് ആ എം.പിയുടെ വീഴ്ച തന്നെയല്ലേ? ഈ വിഷയത്തില് ഈ പരാതി എന്ന് പറയുന്ന ഇത്തരത്തിൽ നമ്മൾ നേരത്തെയും ഇങ്ങനെ എം.പിമാരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ ഇടതുപക്ഷമൊക്കെ ഇത്തരത്തിലുള്ള ചില പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു നടപടിയാണ്. അത് അങ്ങനെ കാണുമ്പോൾ പോലും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന എം.പി തൃശ്ശൂരിൽ നിന്നുള്ള എം.പി ആണ്. ആ എം.പി എവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് കഴിഞ്ഞ കുറെ നാളായിട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷം പ്രത്യേകിച്ചും തന്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരു കന്യാസ്ത്രീ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ രണ്ട് കന്യാസ്ത്രീകളിൽ ഒരു കന്യാസ്ത്രീ ഈ പറയുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും ഈ സുരേഷ് ഗോപിയെ കുറിച്ച് കേൾക്കുന്നില്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അദ്ദേഹം എം.പി മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ പ്രതികരിക്കാനുള്ള ഒരു ചുമതല അല്ലെങ്കിൽ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ഇതുവരെ ആ വിഷയത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. നമുക്കറിയാം സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അങ്ങനെ പ്രതികരിക്കാറില്ല. തനിക്ക് അനുകൂലമായ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അദ്ദേഹം എവിടെന്നെങ്കിലൊക്കെ ഇറങ്ങി വരുമ്പോൾ മാധ്യമങ്ങൾ ഈ അദ്ദേഹത്തിന്റെ ഭാഷയിലേക്ക് ഓരോന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷവും ഈ പറയുന്ന CPM ഈ BJP ഒക്കെ അതിനെ മൈക്കിനെ വിശേഷിപ്പിക്കുന്നത്. തനിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അദ്ദേഹം മൈക്കിന് മുന്നിലേക്ക് വരും. വളരെ പ്രസന്നമതനായിട്ട് ചിരിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അദ്ദേഹം പ്രതികരിക്കും. തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയും. എന്നാൽ തനിക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ്, അതിൽ പ്രതികരണം തേടാനാണ് മാധ്യമങ്ങൾ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം മുഖം മാറ്റും. നല്ലൊരു നടനാണ് അദ്ദേഹം. മുഖഭാവം മാറ്റും. ആ കൂളി ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ തള്ളി മാറ്റും. അവരോട് നിങ്ങളുടെ പണി നോക്കി പോകാൻ പറയും. അദ്ദേഹം അപ്പുറത്തോടെ വഴി കൂടെ പോകാൻ കടക്കുപുറത്ത് എന്ന് പറയുന്നതിന്റെ വേറൊരു വേർഷനാണ് അദ്ദേഹം കാണിക്കുന്നത്. മാധ്യമങ്ങളെ എന്താ പറയുക, അപഹസിക്കുന്ന തരത്തിലുള്ള ചില പ്രവണതകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. താൻ ഈ നാട്ടുകാരനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങൾ നടത്തും. മാധ്യമങ്ങള് അവരുടെ ദൗത്യം നിറവേറ്റാനായിട്ട് പ്രതികരണത്തിനായിട്ട് കൂടുതൽ അവര് ശ്രമിക്കുമ്പോൾ അവരെ ഓടിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുക. അത് ഈ പറയുന്ന പോലെ ഈ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും ഒക്കെ തന്നെ നേതാക്കളുടെ ഒരു സ്ഥിരമായിട്ടുള്ള സമീപനമാണ്. തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളാണെങ്കിൽ അവർ പുഞ്ചിരിച്ചുകൊണ്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാനുള്ളത് മൊത്തവും പറയും. തങ്ങൾക്ക് പ്രചരിപ്പിക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ. അതല്ല, തങ്ങൾ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഒരു വിഷയമാണെങ്കിൽ അവർ അതിന് കൂട്ടാക്കത്തില്ല. അവർ ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. നമ്മൾ അടുത്തിടയ്ക്കും അത് കണ്ടതാണ്. ഈ പറയുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിലെ വിഷയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെയുള്ള കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി V. മുരളീധരൻ അദ്ദേഹം ഞാൻ ആ നാട്ടുകാരനല്ല, ഞാൻ ഈ നാട്ടുകാരനാണ് എന്നാണ് പറയുക. അടുത്തിടയ്ക്ക് ഈ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ മറ്റൊരു സഹമന്ത്രിയാണ് കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യനോട് ഇതേപോലെ അവിടെ ഒരു പ്രതികരണം ചോദിച്ചപ്പോൾ അത് അവസാനം ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. അത്തരത്തിലാണ് ഇവരുടെയൊക്കെ ഒരു നിലപാടെന്ന് പറയാം. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ മാധ്യമങ്ങളോട് പറയും. അല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കാറേ ഇല്ല എന്നതാണ് ഈ രണ്ടു കൂട്ടരുടെയും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നിലപാട്. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ BJPക്ക് അവരുടെ അക്കൗണ്ടിൽ കിട്ടിയ ആദ്യത്തെ ഒരു MP ആണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള വിജയിച്ചു വന്നിരിക്കുന്നത്. അദ്ദേഹം അത് BJPയുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. തന്റെ ഏതോ പ്രഭാവം കൊണ്ട് ജയിച്ചാണ് അദ്ദേഹം. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം അത് BJP തള്ളിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും BJPക്ക് കേരളത്തിൽ അക്കൗണ്ടിലുള്ള ആദ്യത്തെ MP ആണ് സുരേഷ് ഗോപി എന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് പറയുക, തൃശ്ശൂരെ നമുക്കറിയാം, അവിടുത്തെ ഡെമോഗ്രഫി ഒക്കെ നമുക്കറിയാം. അവിടെ നിന്നും അവരെങ്ങനെയാണ് ജയിച്ചു വന്നത്? അവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന് നല്ലൊരു പ്രാമുഖ്യമുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് അവിടെ പോയി കുറെ കഷ്ടപ്പെട്ട് സുരേഷ് ഗോപി അരമനകൾ തോറും കയറി ഇറങ്ങി അവസാനം മറിയത്തിന് പൊന്നിൻ കുരിശും മറ്റേ കിരീടവും ഒക്കെ ചാർത്തി കൊടുത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെ വേലകൾ കാണിക്കാമോ അതെല്ലാം കാണിച്ചു കൂട്ടിയിട്ടാണ് അവിടെ നിന്നും ജയിച്ചു കയറി. അദ്ദേഹം അവസാനം അവിടെ നിന്ന് ജയിച്ചു കയറി. അപ്പോൾ ആ ജയത്തിനു പിന്നിൽ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു പിന്തുണയുണ്ട്. അവരുടെ
അപ്പൊ തീർച്ചയായും പ്രതികരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതാണ് പറഞ്ഞു വരുന്നത്. അവർ കേരളത്തില് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം കൂട്ടാനായിട്ട് ഏറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ ഒരു പരിധിവരെ വിജയിച്ച ഒരു വിഷയമാണ് ഈ തൃശ്ശൂരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം അവർ നമുക്കറിയാമല്ലോ ഈ പറയുന്ന പോലെ ക്രിസ്മസ് ആകുമ്പോൾ ഈ കേക്കുമായിട്ട് അവർ വീടുകൾ തോറും കയറിയിറങ്ങും, അരമനകൾ തോറും കയറിയിറങ്ങും. പിന്നീട് ഈ പറയുന്ന പോലെ എന്താണ് വിഷു പോലെയുള്ള ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങൾ വരുമ്പോഴേ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ഒക്കെ തന്നെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് കൊണ്ടുവരും, വിരുന്നും ഒക്കെ സംഘടിപ്പിക്കാം. അത്തരത്തിൽ അവരെ എന്തൊക്കെ മറിമായങ്ങൾ കാണിക്കാം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു പാർട്ടിയുടെ എം പി മാത്രമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. അപ്പോൾ ആ സമൂഹത്തിനൊരു പ്രശ്നം വരുമ്പോൾ, കേരളത്തിലൊരു പ്രശ്നം വരുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടത് ബാധ്യത ഉള്ളതാണ്. എന്നാൽ അദ്ദേഹം അത് നിറവേറ്റുന്നില്ല. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് ഈ പരാതി കൊടുത്തത് നമ്മൾ തമാശയായിട്ട് പറയാമെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പേരേ കേൾക്കാനില്ല, കമ എന്നൊരു അക്ഷരം അദ്ദേഹം മിണ്ടിയിട്ടില്ല. അതെന്തുകൊണ്ട് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ വിഷയത്തിൽ ഈ കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ഛത്തീസ്ഗഡിൽ മാത്രമല്ല, അതിനുശേഷം ഒഡീഷയിൽ നടന്നു. മലയാളികളായ കന്യാസ്ത്രീകള്, വൈദികര് അവിടെ ഈ പറയുന്ന ബജറംഗ് ദളിന്റെ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു. ബീഹാറിൽ ആ സംഭവം ഉണ്ടായി. ഇന്നും ഈ ഛത്തീസ്ഗഡില് ആ വിഷയത്തിന് ശേഷം അവിടെ ചില പാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അവിടേക്കും ഈ പറയുന്ന പോലെ ഈ ബജറംഗ് ദളിന്റെ പ്രവർത്തകർ കയറി ചെന്ന് അവിടെ പ്രശ്നമുണ്ടാക്കുകയും പാസ്റ്ററെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ തുടർച്ചയായിട്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പറയുന്നത് പോലെ ക്രൈസ്തവ സമൂഹം ആക്രമിക്കപ്പെടുന്നു. അത് ആക്രമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെയുള്ള സംഘപരിവാർ സംഘടനകളാണ് ബജറംഗ് ദൾ, BHP അതുപോലുള്ള സംഘടനകളൊക്കെ തന്നെയാണ് ശ്രീരാമസേന. അങ്ങനെ പല എന്താ പറയുക ദൈവങ്ങളുടെ മുഖത്തിന്റെ പേരിൽ നിരവധി സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ തന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ക്രൈസ്തവര്, മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അപ്പോഴൊക്കെ ഈ BJP നിരന്തരം പറയുന്ന ഒരു സംഭവം, ഞങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ്. അതേസമയം തന്നെ ഇവരുടെ പ്രവർത്തനം കൊണ്ടുള്ള ഗുണഫലം ഇവര് അനുഭവിക്കുകയും ചെയ്യും. ഇവരെന്തെങ്കിലും തെമ്മാടിത്തരമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഈ BJP ഒരിക്കലും തയ്യാറാകത്തുമില്ല. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ മറ്റൊരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. തൃശ്ശൂര് ജയിച്ചത് മറ്റുള്ള വോട്ട് ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ തൃശ്ശൂര് താമസക്കാരല്ലാത്ത ആളുകളുടെ വോട്ട് ചേർത്തിട്ടാണ്. 11 പേരോളം സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം വന്നിട്ടുണ്ട്. അതിന് ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അതും വലിയൊരു ആരോപണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം എങ്ങനെയാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്നുകൊണ്ട് വോട്ട് മോഷണം നടത്തുന്നത് എന്ന് പകൽ പോലെ ഈ രാജ്യത്തിന് മുന്നിൽ തെളിയിച്ചൊരു കാര്യമാണ്. അതിന്റെ പ്രതിഫലനം എന്ന നിലയിലാണ് തൃശ്ശൂരിൽ നിന്നുമുണ്ട് ഇത്തരം ഒരു ആരോപണം വരുന്നത്. അവിടുത്തെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ അവിടുത്തെ DCC അധ്യക്ഷൻ തന്നെ സമാനമായ ആരോപണമായിട്ട് രംഗത്തുനിന്ന് അവിടെയും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടികയില് ക്രമക്കേട് നടന്നു. പലരെയും ഇരട്ട വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ഇല്ലാത്തവരൊക്കെ തന്നെ ഇതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്ന പേര് ചേർത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ച് പിന്നെ അവരെ കാണാനില്ല. അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഈ പറയുന്ന പോലെ BJPയുടെ വിജയത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. BJP അത് അവർ ആരോപണം അത്ര ഇതല്ല, അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതല്ലാതെ കൃത്യമായ ഒരു മറുപടി വിഷയത്തിൽ നൽകുന്നില്ല. സുരേഷ് ഗോപിയും പറയുന്ന പോലെ തന്നെ ആ മണ്ഡലത്തിൽ ജയിച്ചു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയരുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയരുന്നു, അതിന് എന്താണ് അതിന് പറയാനുള്ളത് എന്ന് ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹം വെറും ഒരു ജനപ്രതിനിധി മാത്രമല്ല, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്. ഭരണഘടനയോട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ, അല്ലെങ്കിൽ താൻ ഒരു ജനപ്രതിനിധിയായിരിക്കെ ഇത്തരത്തിൽ താൻ പ്രദാനം ചെയ്യുന്ന സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ പ്രശ്നത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഒപ്പം നിൽക്കേണ്ട, അല്ലെങ്കിൽ ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ട ഒരു ബാധ്യത സുരേഷ് ഗോപിക്ക് ഉള്ളതാണ്. അദ്ദേഹം അത് നിറവേറ്റുന്നില്ല എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മൗനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പറയാനുള്ള, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ അദ്ദേഹം വാചാലനായിട്ട് സംസാരിക്കും, വളരെ സന്തോഷവാനായിരിക്കും, സൗമ്യത്തോട് പറയും. പക്ഷേ ഇതേപോലെ തനിക്കെതിരായിട്ടുള്ള വിഷയമാണെങ്കിൽ, താൻ പ്രതിരോധത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ താനും തന്റെ പാർട്ടിയും പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയമാണെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഭാവമേ നടിക്കാറില്ല. അവരെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിരം ശൈലിയാണ് അദ്ദേഹത്തിനുമുള്ളത്.